അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിലവിൽ 5ാമത്തെ സംസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എത്രത്തോളം നമ്മുടെ യാത്ര ഏതൊക്കെ സംസ്ഥാനത്തിലേക്ക് ഇനി കടന്നു പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിലവിലെ സാഹചര്യം അങ്ങനെയൊക്കെയാണല്ലോ. ബീഹാറിലെ ഒരു ഉൾഗ്രാമത്തിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം. കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു കാറിലാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നിർത്തിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത്തേക്ക് ഇവിടെ ഈ വൈക്കൽ മൊത്തം ചോളത്തിൻ്റെ ആ ഒരു ഇപ്രാവശ്യത്തെ കിട്ടിയ മൊത്തം ചോളം ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടതാണ് ഉണങ്ങാൻ വേണ്ടി. ഇപ്പോൾ വെയിൽ വരാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ പൂട്ടിയിട്ടതാണ്. കുറച്ച് കഴിഞ്ഞാൽ തുറക്കുന്നത് ഇവിടെ ഫുള്ള് നിരത്തു. ആ കാണുന്നതാണ് മദ്രസ. അപ്പുറത്തുള്ളത് സർക്കാരി സ്കൂളാണ്. ഞാൻ അവിടെ പോയിന് കേട്ടോ. സർക്കാരി സ്കൂളിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ടായി. ഞാൻ പറയാം എപ്പോഴെങ്കിലും ഇങ്ങനെ വ്ളോഗിൻ്റെ ഇടക്കൂടി. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ ഉസ്താദന്മാരെ കയ്യൊക്കെയായിട്ട് വന്നത്. സംഗതി ഈ ഒരു ഗ്രാമത്തിലെ ആ കാണുന്ന സ്കൂള് 10 മണി ആ ഒരു സമയത്താണ് ഓപ്പൺ ആകുക. ഏകദേശം ഒരു 300 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ 300 കുട്ടികളിൽ ഞായറാഴ്ച മാത്രമേ കുട്ടികൾ സ്കൂളിൽ പോകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് നല്ല മുട്ട കിട്ടും. അപ്പോൾ ആ മുട്ട കിട്ടാൻ വേണ്ടിയിട്ട് ആ കാണുന്ന സ്കൂൾ ഞായറാഴ്ച എല്ലാവരും പോകും. അതായത് 250 കുട്ടികളും. പക്ഷേ അല്ലാത്ത ദിവസം 50 കുട്ടികൾ മാത്രമേ പോകുന്ന പറഞ്ഞത്. ഇതിപ്പോൾ ഇതിലൂടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുക. സ്കൂളൊന്നും പോകാണ്ട് കേട്ടോ. കുറേ എണ്ണം സ്കൂളും പോകില്ല. സ്കൂൾ മേ नहीं जा रहे कब जा रहे स्कूल में नहीं जा रहे कब अभी स्कूल शुरू है ना. അപ്പോൾ അതാണ് അവസ്ഥ എന്നറിയാം. ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് മക്കളുണ്ട്. ഒക്കെ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുന്ന ഏരിയകളാണ് കേട്ടോ. അവിടെയൊക്കെ വീട് കാണാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പുരയാണ്. ഓരോ പുരൻ്റെ മുമ്പിലും ഇതുവേണം നമുക്ക് കാണാൻ പറ്റും. പശുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ പുരൻ്റെ മുമ്പിലും ഉണ്ട്. ഇതാ അവിടെ കാണാൻ പറ്റും. അതാ ഉണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ പേരെന്താ അവസ്ഥ? ചിറ ഗ്രാമം കേട്ടോ. ഇവിടെ ചെറുതൊന്നുണ്ട്. എല്ലാ പുരൻ്റെ മുമ്പിലും ഇതുപോലെ ആലാന്ന് തന്നെയല്ലേ പറയുക, തൊയ്ത്ത് കാണാൻ പറ്റും. ഇതൊരു പള്ളി കേട്ടോ. അങ്ങോട്ട് കൃഷിയിടങ്ങൾ കാണാൻ പറ്റും. നമ്മൾ വേണമെങ്കിൽ പോയി നോക്കാം കടയിൽ കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു പുരൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ വീടുകളൊക്കെ എങ്ങനെയാണ്. പിന്നെ ഈ കാണുന്നതും ഒരു വീടാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വീടാണിത്. ബാക്കിയുള്ള വീടുകളൊക്കെ ഇത്തരത്തിൽ കമ്പുകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതാ കാണാൻ പറ്റും. കമ്പും അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം എനിക്ക് തോന്നുന്നു പുല്ലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം. പിന്നെ ഇങ്ങനെ മുടഞ്ഞുണ്ടാക്കുന്നതും കാണാൻ പറ്റും. നമ്മളിവിടുത്തെ ഹസ്രത്താണ്. അസ്സലാമു അലൈക്കും ഹസ്രത്ത്. सब बढ़िया माशाअल्लाह. आप अपना सुनाइए. नहीं अल्हम्दुलिल्लाह कुछ खैरियत से. जी सब बढ़िया. हाँ अल्लाह. गाँव का हाल क्या है? बहुत अच्छा, बहुत बेहतर. लेकिन बच्चा स्कूल में नहीं पढ़ता, स्कूल में नहीं जा रहे. हाँ स्कूल में बहुत कम बच्चा. हेलो. बच्चा इधर ज़्यादा है लेकिन बच्चा स्कूल में नहीं जा रहा है ना. हाँ सबको भेजिए आपका तरफ से स्कूल में. जी इंशाअल्लाह. इंशाअल्लाह. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് കണ്ടാണ് കേട്ടോ. പുല്ലുകൊണ്ട് എന്തോ കാട്ടുന്നുണ്ട്. എന്താണെന്ന് നോക്കി നോക്കാം. നമ്മൾ പോയി നോക്കാം. അസ്സലാമു അലൈക്കും. नहीं कुछ नहीं, सब देख रहा हूँ. अल्हम्दुलिल्लाह. ये क्या करता है? हैं? हाँ. ये घर बनाने के लिए. अच्छा വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ये भी उसके लिए घर बनाने के लिए. हाँ अच्छा. കണ്ടോ ഈ സംഭവം വെച്ചാട്ടോ ഉണ്ടാക്കുന്നത് ഈ പുരയൊക്കെ. ഈ ഒരു ഗാവുന്നേ മെയിൻ കൃഷിപ്പാടുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ കൃഷിപ്പാടാട്ടോ. അവിടെ ഇപ്പോൾ ഫുള്ള് ചോളത്തിൻ്റെ കൃഷിയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പള്ളി കാണാൻ പറ്റും. പോകുന്ന വക്കത്തന്നെ
എന്താ പറയുക റോഡിൻ്റെ സൈഡിൽ തന്നെ. ഈ സർക്കാർ റോഡുകൾക്ക് സ്വന്തമുള്ള മാതിരി കേട്ടോ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചോളത്തിൻ്റെ പാടങ്ങളാണ്, നിരന്ന് കിലോമീറ്ററുകളോളം. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇഷ്ടിക, അവിടുത്തെ ഇത് കണ്ടിട്ടുണ്ടാവില്ല, ഉത്തരേന്ത്യയിൽ ഇഷ്ടിക ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചില സംഭവങ്ങളും കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഗാവ് ശരിക്ക് ഞാൻ കുറച്ച് ഭാഗം കാണിച്ചില്ല. അപ്പം ഗാവിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണിക്കാം ഇൻഷാ അല്ലാഹ്. കണ്ടോ പുല്ലൊക്കെ അങ്ങനെ ഇട്ടേച്ച്, ഇത് അതിൻ്റെ പുല്ലാട്ടോ, മറ്റേ ആ ചോളത്തിൻ്റെ അല്ല കേട്ടോ, പിന്നെ മറ്റേ ചോളത്തിൻ്റെ തന്നെ. കണ്ടോ ഒരാൾ പശുവിനെയും കൊണ്ട് വരുന്നത്. അപ്പം അതാണ് ഈ ഒരു ഗാവിൻ്റെ അവസ്ഥ കേട്ടോ. എനിക്കെന്നെ പേടിയില്ല, ഡർ നഹീ ഹേ നാ ക്യൂ ഐസാ ക്യൂ വണ്ട് തന്നെ കണ്ടിട്ട്. ഞാനിപ്പോൾ അങ്ങനെ പിന്നിന്ന് നടന്നു വരുമ്പേ എന്നോടൊരാൾ വീഡിയോ ഷൂട്ട് ചെയ്യാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യാണ്, ചാനലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ അവരോട് ക്യാഷ്വലായിട്ട് ചോദിച്ച് ഇവിടുത്തെ കുട്ടികളൊന്നും സ്കൂളിൽ പോയല്ലേ, 10 ചെയ്യുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ ചങ്ങായിൻ്റെ മക്കൾ തന്നെ സ്കൂളിൽ പോയാലുണ്ടാവില്ല. അതാണ് ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലെ അവസ്ഥ പറഞ്ഞാൽ. ശരിക്ക് ഒരു രാവിലെ സമയങ്ങളിൽ 10 മണിക്ക് സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ 12 മണിക്ക് ഇവർക്ക് സ്കൂൾ കഴിയും. പക്ഷെ എന്നാലും വലിയ സ്കൂൾ കുട്ടികളെ പറഞ്ഞേക്കൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിദ്യ എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊന്നും അവർക്ക് അറിയൂല. അത് നമുക്ക് മാക്സിമം അവർക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മളൊരു സബബാവുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ അവസ്ഥ. അപ്പം ഇനി ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലൂടെ ഉള്ള യാത്രകളായിരിക്കും കൂടുതലും. ഒന്ന് കാണാൻ ഓരോ കാഴ്ചകൾ. നമുക്ക് നല്ല ചായ, ബീഹാരി ചായ പൊതുവേ കട്ടി കുറവാണ് കേട്ടോ. അതായത് വെസ്റ്റ് ബംഗാൾ നല്ല കട്ടിയുണ്ട്, നോർത്ത് ബംഗാൾ ചായയും ബീഹാരി ചായയും കട്ടി കുറവാണ്. പക്ഷേ വെസ്റ്റിൽ നല്ല കട്ടിയാണ്. നമ്മളെ നാട്ടിലത്തെ മാതിരി കട്ടി കുറവാണ് ഇവിടുത്തെ ചായക്ക് എന്ന് ചുരുക്കി പറഞ്ഞു. ചായ ഉണ്ട്, മിച്ചറുണ്ട്, ഇവിടുത്തെ ഒരു മെയിൻ മിച്ചറാണ്. അതൊന്ന് കഴിച്ചാളെ. ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പോകാൻ കേട്ടോ. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു 3 മണിക്കൂർ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത ലൊക്കേഷൻ ഒരു സ്കൂൾ സന്ദർശിക്കലാണ്. അതിനു മുൻപായി ഈ നാട്ടിൽ തന്നെയുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം പോകുന്നത്. ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ഇർസയുടെ സ്റ്റാഫാണ്. അദ്ദേഹം നിർബന്ധിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ടേ നിങ്ങൾ പോകാവൂ എന്ന് ശാഠ്യം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണതയുടെ കാഴ്ച എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതന്നെയാണ്. ഇതിൽ കാണിക്കുന്നത് മൊത്തം ബീഹാറിലെ ഉൾഗ്രാമങ്ങളാണ്. ഈ കാണുന്ന സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള ഒരാളെ വീട്ടിൽ വന്നാട്ടോ നാസ്ത കഴിക്കാൻ വേണ്ടി. അപ്പം ഇതാണ് വീട്. ഏയ് ഇതാട്ടും കൂടാ പോയെടുക്കാം. നമുക്ക് നല്ല സേമിയത്തിന്റെ പായസം കിട്ടിയിരിക്കുകയാണ്. സേമിയ പായസം കേട്ടോ. നമ്മളെ നാട്ടിൽ സേമിയ പായസം എന്നല്ലേ പറയാ ഇതിന്. ഇതിനെന്താ പറയാ, സഭയിലെ ഈ സാധനത്തിന്റെ പേര് കിട്ടും. സൽക്കരിക്കുന്ന സാധനമാണ് സബൈ. സബൈ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. സബൈ എല്ലാരും ഉണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ വന്ന വീട് ഇതാണ് കേട്ടോ. ഇതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഈ വീട്ടിലാണ് നമ്മൾ വന്നത്. ഇയാൾക്ക് 2 അനിയന്മാരാണുള്ളത്. ഒരാളെ വീടിത്, ഒരാളെ വീടിത്, ഒരാളെ വീടിത്. പിന്നെ ഇത് ഇയാളെ വാപ്പൻ്റെ അനിയൻ, അതായത് മൂപ്പരെ വാപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ വീട്. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഈ സംഭവം അരി വെക്കാനുള്ളതാട്ടോ. അരി വെക്കാനുള്ള സാധനമാണ്. റബ്ബേ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കിത്തിനാ സാൽ പുരാനാ ഈ സാൽക്കാ. ഇത് ഈ കൊല്ലത്താട്ടോ. അവിടെ വേറൊരു സാധനം ഉണ്ട്, ഇത് കോഴിക്കോടാണ്. ये मुर्गी का घर है ना, मुर्गी का रूम है.
മുറുകിക്കാറോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ വില അടുപ്പ് കാണാൻ പറ്റും ഇവിടെ. നമ്മളിപ്പം ഗ്രാമത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി. ഇവിടുത്തെ ഒരു സ്കൂൾ നമ്മൾ നടത്തുന്ന ഇർസ ഫൗണ്ടേഷൻ നടത്തുന്ന സ്കൂളിലേക്ക് വന്നതാണ് കേട്ടോ. സ്കൂൾ കാണാം നമുക്ക്. ഇതാണ് കേട്ടോ നമ്മളെ സ്കൂള്. അസ്സലാമലൈക്കും. ഹാ ഇതാണ് കേട്ടോ നമ്മളെ സ്കൂള്. ഗുഡ് മോർണിംഗ്. വാലൈക്കും സലാം. ചെറിയൊരു സ്കൂൾ കേട്ടോ. ഒരുപാട് മക്കളുണ്ടേ. ഇതൊരു ക്ലാസ് റൂമാണ്. ഒന്നവിടെ കഴിഞ്ഞ് വേറൊന്നത്. പോയിട്ടോ ഇത് വേറൊരു ക്ലാസ് റൂം. ചെറിയൊരു ഏരിയയിൽ നടത്തുന്നൊരു സ്കൂൾ കേട്ടോ. वालेकुम सलाम. क्या हुआ नाम क्या है? नाम क्या है? ഇതാണ് നമ്മളെ സ്കൂൾ കേട്ടോ. വലൈക്കും സലാം. ഇത് വേറെ ഒരു ക്ലാസ് റൂമാണ്. വേറൊന്ന്. സലാം. ബൈറ്റിയേ. ഇതാണ് നമ്മളെ സ്കൂൾ കേട്ടോ. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലേക്കാണോ പോകുന്നത്. ഇവിടുത്തെ ചെറിയ മക്കളെ ക്ലാസ്. क्या पढ़ रहा है? जोनी पढ़ रहा है. साथ में पढ़ो, सब साथ में जोर से पढ़ो. जोनी जोनप्पा sugar no papa, telling lies no papa, open your mouth. ha क्या बोलता है? हम वेरी जोनी एस पापा. हिंदी सॉन्ग मौजूद. हिंदी सॉन्ग. हिंदी पढ़ो. हिंदी किधर? सब साथ में जोर से पढ़ो. बहुत अच्छा माशा अल्लाह. थैंक यू बोलो. सब साथ में थैंक यू बोलो. थैंक यू सर. അപ്പം ഇത് ഇവിടുത്തെ ये UKG है. UKG है. ये 1 स्टैंडर्ड नहीं LKG. അത് LKG ആട്ടോ. സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതാണ് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് നല്ല രൂപത്തിൽ ക്ലാസ് കിട്ടുന്ന സ്കൂളെന്ന് വേണേൽ പറയാൻ പറ്റും. സർക്കാർ സ്കൂളിലത്തെ അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പോയ ഗ്രാമത്തിലുള്ള സർക്കാർ സ്കൂളിൻ്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. കുട്ടികൾ കുറേ ആൾക്കാർ വരും, അവർ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യും, പോവും. സാറന്മാർ അവർക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കും. അതായത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ സിലബസ് അനുസരിച്ച് സിലബസ് ഉണ്ടാവും, പക്ഷെ അത് കൃത്യമായിട്ട് തെർത്തീബാക്കി കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. പക്ഷേ ഈ ഒരു സ്കൂളിൽ അത്യാവശ്യം കേട്ടോ. ഞാൻ എന്നാലും പറയാണ്, ഇവിടെ LKG UKG ഉള്ള കുട്ടികൾ ചിലപ്പോൾ മിക്സഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 5ാം ക്ലാസ്സും അതുപോലെ തന്നെ 6ാം ക്ലാസ്സും മിക്സഡ് ആണ്. അപ്പം കുട്ടികളെ പരിമിതി കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് അവസ്ഥ. കണ്ടില്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ നെക്സ്റ്റ് കാഴ്ചകളൊക്കെ കാണാം. നമ്മളിത് അവിടെ ഒരു അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. എൻ്റെ അടക്കം ഉണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ. നല്ല മുളക് പൊടി. ഇത് മല്ലിപ്പൊടിയാന്ന് തോന്നുന്നു. ഇത് മുളക് പൊടി, ഇത് മഞ്ഞപ്പൊടി. കട ഇതാണ് കേട്ടോ നമ്മളെ ഭക്ഷണം. ബീഫ് ബിരിയാണി, ബീഹാരി ബീഫ് ബിരിയാണി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വലിയ വൃത്തിയുള്ള ഷോപ്പൊന്നുമല്ല. കണ്ടോ, ഇതാണ് ഷോപ്പ്. അഡ്ജസ്റ്റ് ചെയ്യാം.
ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ്. ആദ്യം നമ്മൾ പോയ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞല്ലോ, ചിറ. ആ ചിറ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ വന്ന സ്കൂൾ ഉള്ളത്. അതും വിസിറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ പോകുന്നത് പുതിയൊരു ഗ്രാമത്തിലേക്കാണ്. വിദ്യാർത്ഥികൾക്ക് പുസ്തകം നൽകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മദ്രസ ഉണ്ട് അവിടെ. ആ നാട്ടിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്കൂളുമായി ഒരു ബന്ധവുമില്ലാത്ത, പഠിക്കാൻ തീരെ സാഹചര്യം ലഭിക്കാത്ത കുട്ടികളിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് അക്ഷരത്തിന്റെ മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു ചെറുങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ കണ്ടോ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്. ബീഹാറിൻ്റെ അതിമനോഹരമായ കൃഷിപ്പാടങ്ങൾ, ഇവിടുത്തെ ചുറ്റുപാട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ? നിശബ്ദമായ ഇടം, വണ്ടികളെ ശബ്ദമോ കാര്യങ്ങളോ അലങ്കോലോ ഒന്നുമില്ല. ചുറ്റിലും കൃഷിപ്പാടങ്ങൾ മാത്രം. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി സ്ഥലമല്ലേ? അവിടെ വേറെന്തോ ഒരു കൃഷി കാണാൻ പറ്റും കേട്ടോ. ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സ്ഥലം. കാണാൻ പറ്റും. ആ സ്ലൈറ്റൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നാം ക്യാ ഹേ? ഒക്കെ കുറവ്. അവിടെ കുറെ ആൾക്കാർ. വാലേക്കും സലാം. आप नहीं जा रहे मदरसा? क्यों? आप जा रहे? जगह नहीं अंदर? ഇതാണ് നമ്മുടെ മദ്രസ. അസ്സലാമു അലൈക്കും. ഫുള്ളാണല്ലോ റബ്ബേ. ഒരുപാട് കുട്ടികളുണ്ട്. മാഷാ അല്ലാഹ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹസറത്ത്. അപ്പോൾ ഇവർക്ക് പുസ്തകം കൊടുക്കാനാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. മനോഹരമായ ഈ ഒരു മുഹൂർത്തത്തിൽ എനിക്ക് പങ്കാളിയാകാൻ പറ്റി. നമ്മൾ ഒരുപാട് കുട്ടികൾക്ക്, നേരത്തെ കണക്കെടുത്ത് വെച്ച ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പുസ്തകം നൽകി അവരെ സന്തോഷിപ്പിച്ചു. ഇർസയുടെ ഈ ഒരു പ്രവർത്തനം ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരുടെ കൂടെ. പോകുന്ന സൈഡിലൊക്കെ ഇതൊക്കെ ഇൻ്റർനാഷണൽ ഹൈവേ ആണ് കേട്ടോ. ഈ ഒരു NHലാണ് ഈ ഒരു കൃഷി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ബീഹാറിലും ബംഗാളിലൊക്കെ സുലഭമാണ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.